ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് സാരം കിച്ചൻ. അപ്പോൾ നമുക്ക് പറമ്പിലൊക്കെ പുല്ല് കിളിച്ചേക്കുക, മഴ പെയ്തപ്പോൾ ഭയങ്കര കാടായിട്ടാണ്. അപ്പോൾ അതുപോലെ മൾബറിയിൽ നിറച്ചും കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഇപ്രാവശ്യം ഒരുപാട് മൾബറി ഉണ്ടായിരുന്നു. ഞാനിതിങ്ങനെ കൊമ്പ് ഇങ്ങനെ കോതി കൊടുക്കും, അതുകൊണ്ട് വലിയ പൊക്കം ഇല്ലാണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിൽ തന്നെയാണ് ഈ മൾബറി ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ. 4 ദിവസമായിട്ടാണ് ഞാൻ ഈ മൾബറി പറിച്ചത്. അപ്പോൾ ഓരോ പ്രാവശ്യം പറിക്കുമ്പോഴും അത് പറിച്ചിട്ട് ഫ്രീസറിലായിരുന്നു കേട്ടോ വെച്ചത്. താഴത്തെ തട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക, ഇങ്ങനെ സോഫ്റ്റായി പോകും. നമ്മളിത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ദിവസം പറിച്ച മൾബറിയാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ജാം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിനായിട്ട് ഞാൻ കുറച്ച് മൾബറി എടുത്തിട്ടുണ്ട്. ഇത് 3 കപ്പ് ഉണ്ട് കേട്ടോ. ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൾബറി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിലോട്ട് വെച്ചതേ ഉള്ളൂ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട, വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലപോലെ നീരുണ്ടാവും. അപ്പോൾ ഞാനിതൊരു ചെറിയ ബൗളിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കണേ. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് അരച്ചത് കേട്ടോ. മൾബറി അല്ലേ, അതിനകത്ത് നല്ലപോലെ നീരുണ്ട്. അപ്പോൾ നമുക്കന്ന് അരച്ച് വരുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിക്കോളും. ഇത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിക്കുന്നില്ല. അതിൽ കുറച്ച് തരിയൊക്കെ കിടക്കുവാണെങ്കിൽ കാണാനൊരു കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ഭംഗിയുണ്ടല്ലേ കളർ കാണാനായിട്ട്. വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ല കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതല്ലേ. വെള്ളം ഉണ്ടെങ്കിൽ ഭയങ്കര താമസം വരും ഇത് ഒന്ന് വറ്റി വരാനായിട്ട്. വറ്റുകയെന്ന് വെച്ചാൽ ഇത് കുറുകി വരണമല്ലോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ ചേർക്കുന്നത്. പഞ്ചസാര 1/3 കപ്പ്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇത് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അകത്ത് ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. അത് ആ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകി ഒഴിക്കാൻ വേണ്ടിയിട്ടോ. അതിൽ കൂടുതലൊന്നും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല ഇതിൻ്റെ അകത്ത്. അതിന് ഇതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം. അത് ജാമിൻ്റെയൊക്കെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതിലേക്കൊന്ന് ആയി കിട്ടണം. ഇത് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മൾബറി മാത്രമല്ല നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ജാമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആപ്പിള്, പഴം, പൈനാപ്പിൾ അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ അരച്ചിട്ട് തന്നെ ചേർക്കാം കേട്ടോ. ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് കൈയെടുക്കാതെ ഇളക്കണം. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് തിക്കായി വരും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ആക്കുമ്പോൾ ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ആയി തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതപ്പോൾ ഇതുപോലെയാണ്. അതൊരു വീഴാനായിട്ടൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ വരുന്നുണ്ട് കണ്ടോ. ആ ഒരു ടെക്സ്റ്ററിലാണ്. എടുത്ത് വെക്കുമ്പോൾ ആറിക്കഴിയുമ്പോൾ ഇത് എന്തായാലും കട്ടയാവും. ആദ്യമേ തന്നെ അങ്ങോട്ട് കുറുക്കി ടൈറ്റ് ആക്കണ്ട, ഇത് ചൂടാറുമ്പോൾ ആയിക്കോളും. ഇത് സെറ്റായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇതെടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാം. എന്നിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് നോക്കുക. അപ്പോൾ അത് ഒഴുകുന്നുണ്ടോ നോക്കുക. ഇത് അങ്ങനെ ഒഴുകുന്നില്ല, നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇത് ചൂടാറിക്കഴിയുമ്പോൾ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഈ സ്റ്റൗവിൽ നിന്ന് തന്നെ മാറ്റണയാണ്. എന്താ വെച്ചാൽ നമ്മുടെ ബർണർ ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ അത് വീണ്ടും ആ ചൂടിൽ കിടന്നിട്ട് പിന്നെ ഇത്
വറ്റിപ്പോവും. മാറ്റാം. ഇതുപോലെ ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ വെക്കാനൊന്നും ഉണ്ടാവില്ല, ഇപ്പം തന്നെ തീരുന്നത്. അപ്പോൾ നമുക്കിത് ഞാനിതൊന്ന് ബ്രെഡിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, നല്ല കട്ടിക്ക് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ മൾബറി ജാം കണ്ടില്ലേ. അപ്പോൾ മൾബറി തന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് ഫ്രൂട്ട് വെച്ചിട്ടും ഇതുപോലെ തന്നെ ജാം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.